എല്ലാവർക്കും മെട്രിക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. ഇനി നമ്മൾ അതിന് തുടർന്ന് വരുന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഇതുവരെ പഠിപ്പിച്ച ഭാഗങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോളിഡ്സിലെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സോളിഡ്സ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ രണ്ടും ഒന്ന് തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലെ പാർട്ടിക്കിൾസിൻ്റെ ക്രിസ്റ്റൽസിൽ, അതായത് സോളിഡ്സിൽ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽ. അപ്പോൾ നിങ്ങൾ ആ ചിത്രത്തിലേക്ക് നോക്കുക. അതിൻ്റെ അകത്ത് യെല്ലോ കളറിൽ ലിഥിയം അയോണിനെയും ഗ്രീൻ കളറിൽ ക്ലോറിൻ അയോണിനെയും റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് ക്ലോറിൻ അയോൺ (Cl-), യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നത് Li+, ലിഥിയം അയോൺ. അപ്പോൾ ലിഥിയം ക്ലോറൈഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ ഈ അയോൺസുകളെ തമ്മിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈൻസ് വെച്ച് ഓരോ അയോണിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ക്യൂബിക് ഷേപ്പിലുള്ള ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ചിത്രത്തിൽ പറഞ്ഞതാണ്, അതിൽ അയോൺസുകളെ തമ്മിൽ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ നമുക്കൊരു ക്യൂബിക് ഷേപ്പിലുള്ള ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പാർട്ടിക്കിൾസിനെ തമ്മിൽ സ്ട്രൈറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ നമുക്ക് കിട്ടും. അപ്പോൾ ഈ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. അപ്പോൾ നമ്മൾ ആ ചിത്രത്തിൽ കാണുന്നത് ഒരു ക്രിസ്റ്റൽ ലാറ്റിസാണ്. ലിഥിയം ക്ലോറൈഡിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസാണ് നമ്മൾ ആ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതായിട്ട് നോക്കാം. അടുത്തതിൽ അത് ഒരു റെപ്രസെൻറ്റേഷൻ ഓഫ് സ്പേസ് ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെൻ്റ് അവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിലും നമ്മൾ ഈ പറഞ്ഞ കണക്കാണ്. അതിൻ്റെ അകത്ത് അയോൺസിനെ തമ്മിൽ സ്ട്രൈറ്റ് ലൈൻ വെച്ച് അല്ലെങ്കിൽ അതിലുള്ള പാർട്ടിക്കിൾസിനെ സ്ട്രൈറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറായിട്ട് അത് മാറുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ വെച്ച് അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ 3 ഡയമെൻഷണൽ സ്ട്രക്ചറിനെയാണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്ന് നോക്കാം. എ റെഗുലർ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് ഓഫ് പോയിൻറ്റ്സ് ഇൻ സ്പേസ് ഈസ് കാൾഡ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. അതായത് ഇവിടെ ഏത് പാർട്ടിക്കിൾസ്, ചിലപ്പോൾ അയോൺസ് ആവാം, മോളിക്യൂൾസ് ആവാം, ആറ്റംസ് ആവാം, പാർട്ടിക്കിൾസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് പോയിൻറ്റ്സ് എന്നാണ്. പോയിൻറ്റ്സ് എന്നാണ് നമ്മൾ പാർട്ടിക്കിൾസിനെ വിളിക്കുന്നത്. അപ്പോൾ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പാർട്ടിക്കിൾസിന് അല്ലെങ്കിൽ ഈ പോയിൻറ്റ്സിന് തമ്മിൽ ജോയിൻ ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ഇൻ സ്പേസിൽ വരയ്ക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ റെഗുലർ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് ഓഫ് പോയിൻറ്റ്സ് ഇൻ സ്പേസ് ഈസ് കാൾഡ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. അപ്പോൾ 2 ക്രിസ്റ്റൽ ലാറ്റിസ് നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ റെഗുലർ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് ഓഫ് പോയിൻറ്റ്സ് ഇൻ സ്പേസ് ഈസ് കാൾഡ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. അതായത് അതിൽ ആ പോയിൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ക്രിസ്റ്റലിലുള്ള പാർട്ടിക്കിൾസിനെയാണ്. ഇനി നമുക്ക് അടുത്തത് യൂണിറ്റ് സെൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആ ചിത്രത്തിൽ ആ ഡിനോട്ട് ഇരിക്കുന്ന ഭാഗം നോക്കുക. ആ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ക്യൂബാണ്, ഒരു സിമ്പിൾ ക്യൂബാണ് ആ സംഭവം. ആ ക്യൂബ്, അപ്പോൾ ആ ക്യൂബ് നമുക്ക് വീണ്ടും അതിൽ എല്ലാ ഭാഗത്തും ആ ക്യൂബിൻ്റെ ഒരു റെപ്പറ്റീഷൻ കാണാൻ പറ്റും. അതിലൊരു ഭാഗമാണ് ആ ഷെയ്ഡ് തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്മാളസ്റ്റ് പോർഷൻ, ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ റിപ്പീറ്റ് ചെയ്ത് പോയിരിക്കുന്ന ആ ഒരു സ്മാളസ്റ്റ് പോർഷനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് സെൽ. അപ്പോൾ ഇതിൽ ഒരു ക്യൂബിക്കായിട്ടുള്ള യൂണിറ്റ് സെല്ലാണ് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെയുള്ള ഒരു ക്യൂബ് നമുക്ക് ആ എൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസിൽ കാണാൻ പറ്റും, അല്ലേ? അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയേക്കുന്നു. അപ്പോൾ യൂണിറ്റ് സെൽ എന്താണെന്ന് വെച്ചാൽ, യൂണിറ്റ് സെൽ ഈസ് ദി സ്മാളസ്റ്റ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ് വിച്ച് വെൻ റിപ്പീറ്റഡ് ഇൻ ഡിഫറൻറ്റ് ഡയറക്ഷൻസ് ജനറേറ്റ്സ് ദ എൻറ്റയർ ലാറ്റിസ്. അപ്പോൾ ആ ഒരു ചെറിയ പോർഷൻ്റെ റെപ്പറ്റീഷൻ കൊണ്ടാണ് ആ ഒരു എൻറ്റയർ ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്നും എന്താണ് യൂണിറ്റ് സെൽ എന്നും. അപ്പോൾ എ റെഗുലർ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് ഓഫ് പോയിൻറ്റ്സ്, അതായത് പാർട്ടിക്കിൾസ് ഇൻ സ്പേസ് ഈസ് കാൾഡ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി യൂണിറ്റ് സെൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിലെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന സ്മാളസ്റ്റ് പോർഷൻ. യൂണിറ്റ് സെൽ ഈസ് ദി സ്മാളസ്റ്റ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ് വിച്ച് വെൻ റിപ്പീറ്റഡ് ഇൻ ഡിഫറൻറ്റ് ഡയറക്ഷൻസ് ജനറേറ്റ്സ് ദ എൻറ്റയർ ലാറ്റിസ്. അപ്പോൾ ആ എല്ലാ ഡയറക്ഷനിലോട്ടും ആ ഒരു റിപ്പീറ്റിംഗ് പോർഷൻ പോകുന്നുണ്ട്. അങ്ങനെ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് മൊത്തത്തിൽ ഫോം ചെയ്ത് വരുന്നു.
ഓക്കെ, ഇനി നമുക്കതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരാം. അതിന് മുമ്പേ നമുക്ക് നേരത്തെ പറഞ്ഞു തന്നെ, അത് 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഇൻ എ ക്രിസ്റ്റൽ ഇൻ വിച്ച് ഈച്ച് പാർട്ടിക്കിൾ ഇസ് ഡെപ്പിക്റ്റഡ് ആസ് എ പോയിൻറ്റ്. ഓരോ പാർട്ടിക്കിളും ഒരു പോയിൻ്റായിട്ട് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നു. ദ അറേഞ്ച്മെൻറ്റ് ഈസ് കാൾഡ് ക്രിസ്റ്റൽ ലാറ്റിസ്. അതായത് എ റെഗുലർ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് ഓഫ് പോയിൻറ്റ്സ് ഇൻ സ്പേസ് ഈസ് കാൾഡ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. പോയിൻറ്റ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിലുള്ള കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസിനെയാണ്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ലാറ്റിസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് എ, ഈച്ച് പോയിന്റ് ഇൻ എ ലാറ്റിസ് ഈസ് കാൾഡ് ലാറ്റിസ് പോയിന്റ് ഓർ ലാറ്റിസ് സൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പാർട്ടിക്കിൾസ് തന്നെയാണ് ലാറ്റിസ് പോയിന്റ്. ഈച്ച് പോയിന്റ് ഇൻ എ ലാറ്റിസ് ഈസ് കാൾഡ് ലാറ്റിസ് പോയിന്റ് ഓർ ലാറ്റിസ് സൈറ്റ്. ഇതൊരു ക്രിസ്റ്റൽ ലാറ്റിസിൽ നമ്മൾ പാർട്ടിക്കിൾസിന് എണ്ണീറ്റിരിക്കുന്ന ആ ഒരു പോയിന്റ് അതിനെ ലാറ്റിസ് പോയിന്റ് അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ് എന്ന് പറയും. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഈച്ച് പോയിന്റ് ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ് റെപ്രസെൻറ്റ്സ് ഓൺ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾ. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഓരോ പോയിന്റും അതിലുള്ള ഓരോ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വിച്ച് മേ ബി ആൻ ആറ്റം, ഒരു ആറ്റം ആവാം, എ മോളിക്യൂൾ, ഒരു മോളിക്യൂൾ ആവാം, ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആവാം, ഓർ ആൻ അയോൺ. അപ്പോൾ ഈച്ച് പോയിന്റ് ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ് റെപ്രസെൻറ്റ്സ് ഓൺ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾ വിച്ച് മേ ബി ആൻ ആറ്റം, എ മോളിക്യൂൾ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്, അല്ലെങ്കിൽ അയോൺ. തേർഡ് പോയിന്റ്, ലാറ്റിസ് points are joined by straight lines to bring out the geometry of the lattice. അപ്പോൾ ഈ ലാറ്റിസ് പോയിൻറ്റ്സ് അതായത് പാർട്ടിക്കിൾസ് അതിനെ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്താൽ നമുക്ക് ആ ക്രിസ്റ്റലിൻ്റെ അല്ലെങ്കിൽ ആ ലാറ്റിസിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ജോമെട്രി കിട്ടും. ഓക്കെ, ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. വേറെ ഒന്നുമില്ല, അതിലുള്ള ഓരോ പോയിൻറ്റിനെയും ലാറ്റിസ് പോയിൻ്റ് അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ് എന്ന് പറയുന്നു. ഓരോ പോയിൻ്റ് ഡിനോട്ട് ചെയ്യുന്നത് അതിലുള്ള പാർട്ടിക്കിൾസിനെയാണ്. പിന്നെ ഈ പറയുന്ന ലാറ്റിസ് പോയിൻറ്റ്സ് അതായത് പാർട്ടിക്കിൾസ് തമ്മിൽ ജോയിൻ ചെയ്താൽ, സ്ട്രൈറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്താൽ നമുക്ക് ആ ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ജോമെട്രി മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് യൂണിറ്റ് സെല്ലിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞായിരുന്നു യൂണിറ്റ് സെല്ലാണ് ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ സ്മാളസ്റ്റ് റിപ്പീറ്റിംഗ് പോർഷൻ. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വേറൊരു ഫിഗർ, അതിൻ്റെ അകത്ത് ബ്ലൂ ഷെയ്ഡുണ്ട്, അതിലൊരു റിപ്പീറ്റിംഗ് പോർഷൻ. അതിനെ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പുറത്ത് കാണിച്ചിട്ടുണ്ട്. അതിൽ എ, ബി, സി, പിന്നെ ആൽഫ, ബീറ്റ, ഗാമ എന്നൊരു 6 പാരാമീറ്റേഴ്സ് നിങ്ങൾ കാണുന്നുണ്ട്, 6 അളവുകൾ നിങ്ങൾ കാണുന്നുണ്ട്. അതിൽ ആ എ, ബി, സി എന്ന് പറയുന്നത് ആ യൂണിറ്റ് സെല്ലിൻ്റെ എഡ്ജസ് ആണ്. എ എന്ന് പറയുന്ന ഒരു എഡ്ജ് അതങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, ബി, സി ഹൈറ്റ്. അപ്പോൾ ഇങ്ങനെ 3 എഡ്ജ് ലെങ്ത്, പിന്നെ 3 ആംഗിൾസ് ആൽഫ, ബീറ്റ, ഗാമ, അതായത് എഡ്ജ് തമ്മിലുള്ള ആംഗിൾസും നിങ്ങൾ കാണുന്നുണ്ട്. ഇതിൽ എ എന്ന് പറയുന്ന എഡ്ജും ബി, സി ഇത് മൂന്നുമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എഡ്ജ് ലെങ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു 6 പാരാമീറ്റേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് യൂണിറ്റ് സെല്ലിൻ്റെ പ്രത്യേകതകളിലേക്ക് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോകാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ യൂണിറ്റ് ലാറ്റിസ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു യൂണിറ്റ് സെല്ലിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഡയമെൻഷൻസ് അലോങ് ദി 3 എഡ്ജസ് എ, ബി ആൻഡ് സി. 3 എഡ്ജസ് ഉണ്ട്. ദീസ് എഡ്ജസ് മേ ഓർ മേ നോട്ട് ബി മ്യൂച്വലി പെർപെൻഡിക്കുലർ. അപ്പോൾ ഈ എഡ്ജസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആവാം അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ അല്ലാതെയാകാം. എന്ന് പറഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് ക്യൂബ് ആണ് എങ്കിൽ ഈ 3 എഡ്ജസും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒരു പെർഫെക്റ്റ് ക്യൂബ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നേരത്തെ ഫിഗറിൽ നോക്കാം. ഈ ഒരു യൂണിറ്റ് സെല്ല് കറക്റ്റ് ക്യൂബായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ 3 എഡ്ജസും പെർപെൻഡിക്കുലർ ആകാം. ഓക്കെ, 3 എഡ്ജും പെർപെൻഡിക്കുലറായിട്ട് നിൽക്കാം. പക്ഷേ ഈ കാണിച്ചിരിക്കുന്നതിൽ ചെറിയൊരു വളവുണ്ട്. അതുകൊണ്ട് ഈ 3 എഡ്ജസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആകണമെന്നില്ല. അല്ല, അപ്പോൾ അത് അതാണ് ആ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് സെക്കൻഡ് പോയിൻറ്റ്, ആംഗിൾസ് ബിറ്റ്വീൻ ദി എഡ്ജസ് ആൽഫ ബിറ്റ്വീൻ ബി ആൻഡ് സി. അപ്പോൾ ഈ ഫിഗറിൽ ബി എന്ന് പറയുന്ന എഡ്ജും സി എന്ന് പറയുന്ന എഡ്ജും ശ്രദ്ധിക്കുക. അതിൽ ബിയും സിയും അത് തമ്മിലുള്ള എഡ്ജാണ് ബീറ്റ. അത് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നു. അത് തമ്മിലുള്ള ആംഗിൾ ബി ആൻഡ് സി എഡ്ജസ് ബിയും സിയും ഇടയ്ക്കുള്ള ആംഗിളാണ് ബീറ്റ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിൻ്റ്, ഓക്കെ അടുത്തത് ആൽഫയാണ്, മാറിപ്പോയി. ആൽഫ എന്ന് പറയുന്നതാണ് ബിയും സിയും തമ്മിലുള്ള ഗ്രീൻ കളറിൽ കാണിക്കുന്നത്. ആൽഫയാണ് ബിയും സിയും തമ്മിലുള്ള ആംഗിൾ. ഇനി എയും സിയും, അതായത് നോക്കുക ഇവിടെ ബീറ്റ ബിറ്റ്വീൻ എ ആൻഡ് സി. അപ്പം ബീറ്റ എന്ന് പറയുന്നത് എയും
സിയും തമ്മിലുള്ള ആംഗിളാണ്, റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നു. ഇനി ഒരു ആംഗിളും കൂടെ ഉണ്ട്, അതൊക്കെയാണ് ഗാമ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഗാമ ആ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നു. എ എന്ന് പറയുന്ന എഡ്ജ് ലെങ്തും ബി എന്ന് പറയുന്ന ഇടയ്ക്കുള്ള ആംഗിളാണ് എന്താണ് ബീറ്റ. എയും ബിയും ബീറ്റ ആ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 3 ആംഗിൾസ്. ഓക്കെ, അപ്പോൾ ആൽഫ എന്ന് പറയുന്ന ആ ഫിഗറിൽ നോക്കി മനസ്സിലാക്കുക. ആൽഫ എന്ന് പറയുന്നത് ബി ആൻഡ് സിയും, ബീറ്റ എന്ന് പറയുന്നത് എ ആൻഡ് സിയും, ഗാമ എന്ന് പറയുന്നത് എ ആൻഡ് ബി ഇടയ്ക്കുള്ള ആംഗിളാണ്. അപ്പോൾ ദസ് എ യൂണിറ്റ് സെൽ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ 6 പാരാമീറ്റേഴ്സ്. എഡ്ജ് ലെങ്ത് അല്ലെങ്കിൽ എഡ്ജസ് എ ബി സിയും, ഇനി എഡ്ജിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾസ് ബിറ്റ്വീൻ ദി എഡ്ജസ് ആൽഫ ബീറ്റ ഗാമ. ഇത്രയുമാണ് ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ജോമെട്രി തീരുമാനിക്കുന്നത് ഈ 3 എഡ്ജ് ലെങ്തും ഈ ആംഗിൾസുമാണ്. ഈ എഡ്ജ് ലെങ്ത് മാറുന്നതനുസരിച്ചിട്ടും ആംഗിൾസ് മാറുന്നതനുസരിച്ചിട്ടും യൂണിറ്റ് സെല്ല് മാറും. യൂണിറ്റ് സെല്ലിൻ്റെ ജോമെട്രിയിൽ വേരിയേഷൻ വരും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ വേരിയേഷൻ വരുന്നതനുസരിച്ച് ഒരു 14 പോസിബിൾ 3 ഡയമെൻഷണൽ ലാറ്റിസസ് ഉണ്ട്. ഒരു 14 3 ഡയമെൻഷണൽ ലാറ്റിസസ് ഉണ്ട്. അപ്പോൾ അവയെ പറയുന്ന പേരാണ് ബ്രേവിയസ് ലാറ്റിസസ്. അപ്പോൾ ദെയർ ആർ ഓൺലി 14 പോസിബിൾ 3 ഡയമെൻഷണൽ ലാറ്റിസസ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു 14 എണ്ണം കാണിച്ചിട്ടുണ്ട്. മൊത്തം എണ്ണി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 14 എണ്ണം ഈ ഫിഗറിൽ നിന്ന് കിട്ടും. ഇതിൽ തന്നെ ഒരു മെയിൻ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, ക്യൂബിക്കിൽ 3 യൂണിറ്റ് സെല്ല് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ, ഫേസ് സെൻറ്റേഡ്, ബോഡി സെൻറ്റേഡ്. അത് എന്തൊക്കെയാണെന്ന് ഇനി പിറകെ പറയുന്നുണ്ട്. തൽക്കാലം മനസ്സിലാക്കുക, ക്യൂബിക്കിൽ തന്നെ 3 എണ്ണം, സിമ്പിള്, ഫേസ് സെൻറ്റേഡ്, ബോഡി സെൻറ്റേഡ്. അപ്പോൾ 3 എണ്ണം ക്യൂബിക് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ 3 യൂണിറ്റ് സെൽസ്. ഇനി മോണോക്ലിനിക്ക് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ സിമ്പിളും എൻഡ് സെൻറ്റേഡും ഒരു 2 എണ്ണം. മോണോക്ലിനിക്ക് എന്ന് പറയുന്നതിൽ 2 എണ്ണം. ഇനി ഓർത്തോറോംബിക് എന്ന് പറയുന്നതിൽ 4 എണ്ണം. സിമ്പിള്, എൻഡ് സെൻറ്റേഡ്, ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ്. ഓർത്തോറോംബിക്കിൽ 4 ടൈപ്പ് യൂണിറ്റ് സെൽസ്. പിന്നെ റോംബോഹൈഡ്രൽ എന്ന് പറയുന്നതിൽ 1 എണ്ണം. ടെട്രാഗണൽ എന്ന് പറയുന്നതിൽ 2 എണ്ണം, സിമ്പിളും ബോഡി സെൻറ്റേഡ്. പിന്നെ ഹെക്സഗണലിൽ 1 എണ്ണം. ട്രൈ ക്ലിനിക് എന്ന് പറയുന്ന വിഭാഗത്തിൽ 1 എണ്ണം. അങ്ങനെ മൊത്തം 4 എണ്ണം. ഇതിൽ സിമ്പിൾ എന്താണ്, ഫേസ് സെൻറ്റേഡ് എന്താണ്, ബോഡി സെൻറ്റേഡ് എന്താണെന്ന് ഇനി വരുന്നുണ്ട്. അപ്പോൾ ക്യൂബിക്ക്, മോണോക്ലിനിക്ക്, ഓർത്തോറോംബിക്ക്, റോംബോഹൈഡ്രൽ, ടെട്രാഗണൽ, ഹെക്സഗണൽ, ട്രൈക്ലിനിക്, അങ്ങനെ ഒരു 7 വിഭാഗവും കണ്ടു. 7 വിഭാഗത്തിൽ തന്നെ വീണ്ടും അതിൽ തന്നെ കുറച്ച് യൂണിറ്റ് സെൽസ്. അപ്പോൾ ഈ 7 വിഭാഗം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൽ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഓരോന്നിലും എഡ്ജ് ലെങ്തുകൾ ഡിഫറൻ്റ് ആണ്. എ ബി സി എഡ്ജ് ലെങ്തുകൾ വ്യത്യാസമുണ്ട്. അത് കണക്ക് തന്നെ ആംഗിൾസിലും വ്യത്യാസമുണ്ട്. അത് തമ്മിലുള്ള ആംഗിളിൽ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്ന ആംഗിളിലും വേരിയേഷൻ വരുന്നുണ്ട്. അത് എങ്ങനെയെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്യൂബിക്, മോണോക്ലിനിക് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം എങ്ങനെ പറയപ്പെടുന്നു എന്നുള്ളതാണ് അടുത്ത പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഇതിൽ ഫസ്റ്റ് വൺ ക്യൂബിക്കാണ്. ക്യൂബിക്കിൽ നമ്മൾ 3 പോസിബിൾ വേരിയേഷൻസ് കണ്ടു, 3 എണ്ണം കണ്ടു. പ്രിമിറ്റീവ് കണ്ടു, ബോഡി സെൻറ്റേഡ് കണ്ടു, ഫേസ് സെൻറ്റേഡ് കണ്ടു. ഇനി അതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു സി. അപ്പോൾ ഈ 3 എഡ്ജും ഈക്വൽ ആയിരിക്കും. അത് കണക്കിന് ഇടയ്ക്കുള്ള ആംഗിൾസ് ആൽഫ ബീറ്റ ഗാമ പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഒരു പെർഫെക്റ്റ് ക്യൂബ്. അപ്പോൾ ഒരു മോസ്റ്റ് സിമ്മട്രിക് ഫോം എന്നാണ് ഈ ക്യൂബിക് യൂണിറ്റ് സെല്ല് അറിയപ്പെടുന്നത്. കാര്യം 3 എഡ്ജ് ലെങ്ത് ഈക്വൽ, അത് കണക്ക് ആംഗിളും ഈക്വൽ. അതായത് ഒരു പെർഫെക്റ്റ് ക്യൂബ്. കണ്ടോ, പെർഫെക്റ്റ് ക്യൂബ്. സിമ്പിള്, ഫേസ് സെൻറ്റേഡ്, ബോഡി എല്ലാം ഒരു പെർഫെക്റ്റ് ക്യൂബായിട്ടാണ്. 3 എഡ്ജ് ലെങ്ത് ഈക്വലാണ്, ആംഗിളും മ്യൂച്വലി പെർപെൻഡിക്കുലർ, അതായത് 90 ഡിഗ്രിയാണ് ക്യൂബിക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ ക്യൂബിക് എന്ന് പറയുന്ന യൂണിറ്റ് സെൽ ആകണമെങ്കിൽ എ സീക്വൽ ടു ബി സീക്വൽ ടു സി ആയിരിക്കണം, ആൽഫ സീക്വൽ ടു ബീറ്റ സീക്വൽ ടു ഗാമ സീക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കണം. അതിന് എക്സാമ്പിൾസ് ഉണ്ട്. സോഡിയം ക്ലോറൈഡ്, സിങ്ക് ബ്ലണ്ട്, അതായത് സിങ്ക് സൾഫൈഡ് എന്ന് പറയുന്ന ക്രിസ്റ്റൽ, കോപ്പർ, അതാണ് അതിന് എക്സാമ്പിൾ. ഇനി ടെട്രഗണൽ എന്ന് പറയുന്ന വിഭാഗം. ടെട്രഗണൽ എന്ന് പറയുമ്പോൾ അതിൽ 2 എണ്ണം വരും, പ്രിമിറ്റീവും ബോഡി സെൻറ്റേഡ്. അപ്പോൾ ടെട്രഗണൽ എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റൽ വരാണമെങ്കിൽ എ സീക്വൽ ടു ബി, എയും ബിയും ഈക്വലാണ്, ബി നോട്ട് ഈക്വൽ ടു സി, അങ്ങനെ വരണം. അതിലും ആൽഫ സീക്വൽ ടു ബീറ്റ സീക്വൽ ടു ഗാമ സീക്വൽ 90 ഡിഗ്രി. അതെല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്, അതായത് 90 ഡിഗ്രിയാണ്. അതിനും എക്സാമ്പിൾ ഉണ്ട്. വൈറ്റ് ടിൻ, സിങ്കല്ല ടിൻ ഓക്സൈഡ്, SnO2, ടൈറ്റാനിയം ഡയോക്സൈഡ്, കാൽസ്യം സൾഫേറ്റ്, ഇതേപോലുള്ള ക്രിസ്റ്റൽസ്. ഇനി നെക്സ്റ്റ് ഓർത്തോറോംബിക് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ 4 വിഭാഗം കണ്ടു. പ്രിമിറ്റീവ്, ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ്, എൻഡ് സെൻറ്റേഡ്, ഇങ്ങനെ 4 എണ്ണം കണ്ടു. അപ്പോൾ ഓർത്തോറോംബിക് എന്ന് പറയുന്ന വിഭാഗത്തിലെ പ്രത്യേകത എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ആയിരിക്കും. പിന്നെ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി, അങ്ങനെ ആയിരിക്കും. അതിന് എക്സാമ്പിളും ഉണ്ട്. റോംബിക് സൾഫർ, പൊട്ടാസ്യം നൈട്രേറ്റ്, ബേരിയം സൾഫേറ്റ്, എക്സെട്ര. അപ്പോൾ ഇതാണ് ആ വിഭാഗം. ഇനി
ഹെക്സഗണൽ എന്ന് പറയാൻ നേരത്ത് ഒരെണ്ണേ നമ്മൾ കണ്ടുള്ളൂ. പ്രിമിറ്റീവ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ. അതിൽ എ is equal to ബി നോട്ട് ഈക്വൽ ടു സി. എയും ബി ഈക്വൽ ആണ്, ബി നോട്ട് ഈക്വൽ ടു സി. ആൽഫ is equal to ബീറ്റ is equal to 90 ഡിഗ്രി, ഗാമ is equal to 120 ഡിഗ്രി. അങ്ങനെ വരണം. അതിന് എക്സാമ്പിൾ ഗ്രാഫൈറ്റ്, സിങ്ക് ഓക്സൈഡ്, കാഡ്മിയം സൾഫൈഡ്. നെക്സ്റ്റ് റോംബോഹൈഡ്രൽ അല്ലെങ്കിൽ മറ്റൊരു പേര് ഓർ ട്രൈഗണൽ. റോംബോഹൈഡ്രൽ ഓർ ട്രൈഗണൽ. ആ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഒറ്റ ഇത് അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആയിരിക്കണം. ആൽഫ is equal to ബീറ്റ is equal to ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. അതിനും എക്സാമ്പിളുണ്ട്. ഇനി മോണോക്ലിനിക് ആകണമെങ്കിൽ അത് രണ്ടെണ്ണം കണ്ടു. മോണോക്ലിനിക്കിൽ രണ്ട് വേരിയേഷൻസ്. അത് മോണോക്ലിനിക് ആകണമെങ്കിൽ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. അതേപോലെ ആൽഫ is equal to ഗാമ is equal to 90 ഡിഗ്രി, ബീറ്റ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. അങ്ങനെയാണോ? അതിനും എക്സാമ്പിൾസ് ഉണ്ട്. നെക്സ്റ്റ് ട്രൈക്ലിനിക് പ്രിമിറ്റീവ് ഒറ്റ വിഭാഗമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ഒന്നും ഈക്വൽ അല്ല. അപ്പോൾ ഇതിൽ മോസ്റ്റ് സിമ്മട്രിക് ഫോം എന്നറിയപ്പെടുന്നത് ക്യൂബിക് യൂണിറ്റ് സെൽസ് ആണ്. അത് എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് അല്ല, ക്യൂബിക് ആകുമ്പോൾ എ സി ഈക്വൽ ടു ബി സിക്വൽ ടു സിയും, ആൽഫ is equal to ബീറ്റ is equal to ഗാമ is equal to 90 ഡിഗ്രി. അപ്പോൾ എല്ലാം ഈക്വലാണ്. ഒരു പെർഫെക്റ്റ് ക്യൂബാണ്. അതുകൊണ്ട് മോസ്റ്റ് സിമ്മട്രിക് ഫോം എന്നറിയപ്പെടുന്നത് ക്യൂബിക്കും, മോസ്റ്റ് അൺസിമെട്രിക് എന്നറിയപ്പെടുന്നത് ട്രൈക്ലിനിക്കുമാണ്. കാരണം ട്രൈക്ലിനിക്കിൽ ഒന്നും ഈക്വൽ അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മൊത്തം 7 ക്യൂബിക്ക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്ക്, ഹെക്സഗണൽ, റോംബോഹൈഡ്രൽ, മോണോക്ലിനിക്ക്, ട്രൈക്ലിനിക്ക്. അതിൻ്റെ ഉപവിഭാഗം കൂടി, അതിൻ്റെ പോസിബിൾ വേരിയേഷൻസും കൂടി, ഉപവിഭാഗമല്ല പോസിബിൾ വേരിയേഷൻസും കൂടി നോക്കുകയാണെങ്കിൽ മൊത്തം 14 ടൈപ്പ് യൂണിറ്റ് സെൽസ് നമുക്ക് കിട്ടും. അതാണ് ബ്രേവിയസ് ലാറ്റിസസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും വേറൊന്നുമില്ല. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ജോമെട്രി ഡിഫൈൻ ചെയ്യുന്ന ഒരു 6 പാരാമീറ്റേഴ്സ് ഉണ്ട്. ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറയുന്ന 3 ആംഗിൾസും പിന്നെ എഡ്ജസ്, എ ബി സി എന്ന് പറയുന്ന എഡ്ജസും. ഈ എഡ്ജും ഈ ആംഗിൾ മാറുന്നതനുസരിച്ചിട്ട് യൂണിറ്റ് സെൽസിൽ വേരിയേഷൻസ് വരും. അതാണ് നമ്മൾ ഈ കണ്ടത് ബ്രേവിയസ് ലാറ്റിസസ് 14. അതിനെ മെയിനായിട്ട് 7 പറയും. 7 തന്നെ വീണ്ടും യൂണിറ്റ് സെല്ല് വരുന്നുണ്ട്. എല്ലാം കൂടി എടുക്കുമ്പോൾ 14 കിട്ടും. ഇനി ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക് എന്ന് പറയുന്ന ഒരു 7 വിഭാഗം അതെങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആ കോൺഫിഗറേഷൻ അനുസരിച്ചാണ്. എഡ്ജ് ലെങ്ത് എങ്ങനെ, ബോണ്ട് ആംഗിൾ എങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഒരു 14 യൂണിറ്റ് സെൽസ് ഉണ്ട്. ഇനി നമ്മൾ ഇതിലെല്ലാത്തിലും കണ്ടു പ്രിമിറ്റീവ്, ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ് എന്നൊക്കെ. അത് എന്താണെന്ന് നോക്കണം. അത് യൂണിറ്റ് സെൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്, അതിൻ്റെ പോസിബിൾ വേരിയേഷൻസിന് അങ്ങനെ വന്നു എന്ന് നമുക്ക് നോക്കാം. അതായത് ഇനി നമ്മൾ പറയുന്നത് യൂണിറ്റ് സെല്ലിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. യൂണിറ്റ് സെല്ലിൻ്റെ ക്ലാസിഫിക്കേഷൻ നേരത്തെ പറഞ്ഞത് അതിൻ്റെ കോൺഫിഗറേഷൻ മാറുന്നതനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് യൂണിറ്റ് സെല്ലിനെ ഇങ്ങനെ വേരിയേഷൻ വരുന്നു. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽസ്. അപ്പോൾ യൂണിറ്റ് സെല്ലിനെ പ്രധാനമായിട്ട് രണ്ടായിട്ടാണ്: പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലും സെൻറ്റേഡ് യൂണിറ്റ് സെല്ലും. സെൻറ്റേഡ് യൂണിറ്റ് സെല്ലിനെ വീണ്ടും 3 ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെൽ, ഫേസ് സെൻറ്റേഡ് യൂണിറ്റ് സെൽ, എൻഡ് സെൻറ്റേഡ് യൂണിറ്റ് സെൽ. ഇങ്ങനൊരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഇനി ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ചിത്രത്തിലേക്ക് നോക്കുക. അതിൽ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് സെല്ലാണ്. അത് നോക്കുമ്പോൾ മനസ്സിലാവും അതൊരു പെർഫെക്റ്റ് ക്യൂബാണ്, ക്യൂബിക്കായിട്ടുള്ള യൂണിറ്റ് സെല്ലാണ് തന്നേക്കുന്നത്. ആ ക്യൂബിൻ്റെ 8 കോർണേഴ്സ്, ഒരു ക്യൂബിന് 8 കോർണർ ഉണ്ടാവും എന്ന് നിങ്ങൾക്കറിയാം. മുകളിൽ 4 കോർണർ, താഴെ 4 കോർണർ, അങ്ങനെ 8 കോർണറിലും പാർട്ടിക്കിൾസ് വരുന്നുണ്ട്. അപ്പോൾ കോർണേഴ്സിൽ മാത്രമേ ആ ഫസ്റ്റ് ഫിഗർ പ്രിമിറ്റീവ് സെൽ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ആ ഒരു ഫിഗറിൽ പാർട്ടിക്കിൾസ് ഉള്ളൂ, ആ ഡോട്ട്, ആ പോയിൻ്റ്. അപ്പം കോർണേഴ്സിൽ മാത്രം പാർട്ടിക്കിൾസ് വരുന്നതാണ് പ്രിമിറ്റീവ് സെല്ല്. കോർണേഴ്സിൽ മാത്രം പാർട്ടിക്കിൾസ് വരുന്ന സെല്ലാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല്. സെക്കൻഡ് ഫിഗറിലേക്ക് നോക്കുക, ബോഡി സെൻറ്റേഡ് സെൽ. ബോഡി സെൻറ്റേഡ് സെല്ലാകുമ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് വണ്ണായിട്ട് കമ്പയർ ചെയ്യുക. കോർണേഴ്സിൽ എന്തായാലും പാർട്ടിക്കിൾസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ബോഡി സെൻറ്ററിൽ, അതായത് ക്യൂബിൻ്റെ ഒത്ത നടുക്ക് ഒരു പെട്ടി, ക്യൂബിക്കായിട്ടുള്ളൊരു പെട്ടി സങ്കല്പിക്കുക. അതിൻ്റെ കോർണേഴ്സിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. അത് കണക്കിന് അതിൻ്റെ അകത്ത് ഉള്ളിൽ അതിൻ്റെ ബോഡി സെൻറ്ററിലായിട്ട് ഒരു പാർട്ടിക്കിൾ ഇവിടെ ഉണ്ട്. അങ്ങനെ വരുന്നതാണ് ബോഡി സെൻറ്റേഡ് സെൽ. കോർണേഴ്സിലും ഉണ്ട്, ബോഡി സെൻറ്ററിലും ഉണ്ട് വരണം. ഇനി ഫേസ് സെൻറ്റേഡ് സെൽ. ഫേസ് സെൻറ്റേഡ് ആകുമ്പോൾ ഒരു ക്യൂബ് നിങ്ങൾ മനസ്സിൽ കരുതുക. അതിന് എത്ര ഫേസ് ഉണ്ട്, എത്ര വശങ്ങളുണ്ട്, അത് എത്ര മുഖങ്ങളുണ്ട്? 6 മുഖങ്ങളുണ്ട് അല്ലേ? ചുറ്റിനും 4 സ്ക്വയറായി. പിന്നെ മുകളിലൊരു ഫേസ്, താഴെ ഒരു ഫേസ്, അങ്ങനെ മൊത്തം 6 ഫേസ് ഉണ്ട്. അപ്പോൾ ഫേസ് സെൻറ്റേഡ് എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരേണ്ടത് ഒരു ക്യൂബിൻ്റെ 6 ഫേസിൻ്റെ സെൻറ്ററിൽ, 6 ഫേസിൻ്റെ സെൻറ്ററിലും ഓരോ പാർട്ടിക്കിളും, അത് കണക്ക് തന്നെ കോർണേഴ്സിലും. അപ്പോൾ 8 കോർണറുണ്ട്, അതിൽ പാർട്ടിക്കിൾസ് ഉണ്ടാവും. 8 കോർണറിലും പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതേ കണക്ക് തന്നെ ഓരോ വശത്തിൻ്റെയും സെൻറ്ററിൽ
ഓരോ പാർട്ടിക്കിളും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഫേസ് സെൻറ്റേഡ് സെൽ. കോർണേഴ്സിലും ഓരോ ഫേസിൻ്റെ എന്ന് പറഞ്ഞാൽ 6 ഫേസാണ് മൊത്തത്തിൽ ഒരു ക്യൂവിന് നമ്മൾ പറഞ്ഞാൽ വരുന്നത്. അതിൻ്റെ സെൻറ്ററിൽ ഓരോ ഫേസിൻ്റെയും സെൻറ്ററിൽ ഒരു പാർട്ടിക്കിൾ വരും. ഇനി എൻഡ് സെൻറ്റേഡ്, നാലാമത്താണ് എൻഡ് സെൻറ്റേഡ്. എൻഡ് സെൻറ്റേഡ് എന്ന് പറയുമ്പോൾ കോർണേഴ്സിൽ എന്തായാലും പാർട്ടിക്കിൾസ് ഉണ്ട്. അതേ കണക്ക് തന്നെ 2 ഓപ്പോസിറ്റ് ഫേസസ്. ഇപ്പോൾ ആ ചിത്രത്തിലേക്ക് നോക്കുക. എൻഡ് സെൻറ്റേഡ് എന്ന് പറയുമ്പോൾ റെഡ് കളറിൽ മുകളിലെ ഫേസിൻ്റെ നടുക്ക് ഒരു പാർട്ടിക്കിൾ ഇരിക്കുകയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റായിട്ട് വരുന്നത് താഴെ ആയിരിക്കും. താഴെ ആ ഒരു ഫേസിൽ ഒരു പാർട്ടിക്കിളിൻ്റെ സെൻറ്ററിൽ. അപ്പോൾ ഈ രീതിയിൽ 2. ഇനി 2 വശങ്ങളാണെങ്കിൽ ലെഫ്റ്റും റൈറ്റും ആയിട്ട് വരാം, അല്ലെങ്കിൽ ഫ്രണ്ടും ബാക്കോട്ട് വരാം. എന്തായാലും കോർണേഴ്സിലും ഓരോ ഫേസിന് 2 ഓപ്പോസിറ്റ് ഫേസസിൻ്റെ സെൻറ്ററിൽ. എക്സാമ്പിൾ ആ ഫിഗർ മുകളിലൊരു റെഡ് കളറിലൊരു പാർട്ടിക്കിൾ കാണിച്ചിട്ടുണ്ട്. അതിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ഫേസ് ജസ്റ്റ് താഴെയാണ്, അവിടെ അതിൻ്റെ ഈ സെൻറ്ററിൽ ഒരു പാർട്ടിക്കിൾ. അപ്പോൾ ഇങ്ങനെ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് യൂണിറ്റ് സെല്ലിനെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ കണ്ടത്. ഇത് തന്നെയാണ് ബ്രേവിയസ് ലാറ്റിസിലും വരുന്നത്. നിങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ സിമ്പിൾ ക്യൂബിക്കിൽ സിമ്പിൾ എന്ന് പറയുമ്പോൾ കോർണേഴ്സിൽ മാത്രമേ ഉള്ളൂ. ഇനി ഫേസ് സെൻറ്റേഡ് എന്ന് പറയുമ്പോൾ കോർണേഴ്സിലുണ്ട്, ഫേസ് സെൻറ്ററിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതാണ് ഫിഗറിൽ അങ്ങനെ കാണിച്ചിരിക്കുന്നത്. ബോഡി സെൻറ്റേഡ് നടുക്കൊരെണ്ണം അങ്ങോട്ട് കോർണേഴ്സോട് ജോയിൻ ചെയ്തിട്ടുണ്ട്, അതിൽ കാര്യമില്ല. തൽക്കാലം മനസ്സിലാക്കുക ബോഡി സെൻറ്റേഡിലും കോർണേഴ്സിലും. അതേപോലെ അത് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക, അത് മനസ്സിലാവും. ഇതാണ് അതിലത് വരുന്ന സിമ്പിള് ഫേസ് സെൻറ്റേഡ്, ബോഡി സെൻറ്റേഡ് എന്നൊക്കെ. അപ്പം ഇതാണ് നമുക്കിനി നോക്കാം. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്താണെന്ന് ചോദിച്ചാൽ വെൻ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഓൺലി ഓൺ ദി കോർണർ പൊസിഷൻസ് ഓഫ് എ യൂണിറ്റ് സെൽ ഇറ്റ് ഈസ് കാൾഡ് ആസ് പ്രിമിറ്റീവ് സെൽ. അപ്പോൾ കോർണേഴ്സിൽ മാത്രം പാർട്ടിക്കിൾസ് ഉള്ളെങ്കിൽ അതാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ്. അടുത്തത് ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെല്ലാണ്. അതായത് സച്ച് എ യൂണിറ്റ് സെൽ കണ്ടെയ്ൻസ് 1 കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ, അത് ആറ്റമാകാം, മോളിക്കുളോ അയോൺ ആകാം, അറ്റ് ഇറ്റ്സ് ബോഡി സെൻറ്റർ. ബോഡി സെൻറ്ററിൽ ഒരു പാർട്ടിക്കിൾ ബിസൈഡ്സ് ദി വൺ ഓഫ് ദാറ്റ് ആർ ഇറ്റ്സ് കോർണേഴ്സ്. കോർണേഴ്സിൽ ഉള്ളതിനോടൊപ്പം അതവിടെ ഇരിക്കുന്നു. ഫേസ് സെൻറ്റേഡ് യൂണിറ്റ് സെൽ. അടുത്തത് സച്ച് എ യൂണിറ്റ് സെൽ കണ്ടെയ്ൻസ് 1 കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ പ്രസൻറ്റ് അറ്റ് ദി സെൻറ്റർ ഓഫ് ഈച്ച് ഫേസ്. അങ്ങനെ ഒരു 6 ഫേസസ് ആണ് ഒരു ക്യൂബിക് യൂണിറ്റ് സെല്ലിന് വരുന്നത്. ആ 6 ഫേസിൻ്റെയും സെൻറ്ററിൽ ഓരോ പാർട്ടിക്കിൾസ് വരും. അങ്ങനെ ബിസൈഡ്സ് വൺ ഓഫ് ദാറ്റ് ആർ ഇറ്റ്സ് കോർണേഴ്സ്. കോർണേഴ്സിലും പാർട്ടിക്കിൾ ഉണ്ട്. ഇനി അടുത്തത് എൻഡ് സെൻറ്റേഡ് യൂണിറ്റ് സെൽ പറഞ്ഞു. ഇനി സച്ച് എ യൂണിറ്റ് സെൽ 1 കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾ ഈസ് പ്രസൻറ്റ് അറ്റ് ദി സെൻറ്റർ ഓഫ് എനി 2 ഓപ്പോസിറ്റ്സ്. ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസസിൽ അതിൻ്റെ സെൻറ്ററിൽ പാർട്ടിക്കിൾ ഉണ്ടാവും. അത് കണക്ക് കോർണേഴ്സിലും ഉണ്ടാവും. ഇങ്ങനെ ഒരു 4 ടൈപ്പ് യൂണിറ്റ് സെൽസ്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മളിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അതിന് നമ്മൾക്ക് ഈ യൂണിറ്റ് സെല്ലിൽ എന്താണ് എന്നുള്ള ധാരണ ഉണ്ടാവണം. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ നേട്ടാൽ എന്താണ്, ബോഡി സെൻറ്റേഡ് നേട്ടാൽ എന്താണ്, ഫേസ് സെൻറ്റേഡ് നേട്ടാൽ എന്താണ്, എൻഡ് സെൻറ്റേഡ് നേട്ടാൽ എന്താണ്, ഇത് മനസ്സിലുണ്ടാവണം. ഇതിനെ വെച്ചുകൊണ്ട് നമ്മൾ ചെറിയൊരു കാൽക്കുലേഷനാണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഉണ്ടെങ്കിലേ ഈ യൂണിറ്റ് സെല്ലിൻ്റെ ക്ലാസിഫിക്കേഷൻ 4 അതിൽ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഈ ക്ലാസ് നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ ബാക്കിയാണ് അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് വേറൊന്നുമല്ല, പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനെ കുറിച്ചാണ് പഠിച്ചത്. അതിൽ പാർട്ടിക്കിൾസിനെ ഇങ്ങനെ ജോയിൻ ചെയ്താൽ സ്ട്രൈറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു എൻ്റയർ ക്രിസ്റ്റൽ ലാറ്റിസ് എടുത്താൽ അതിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പോർഷനാണ് യൂണിറ്റ് സെല്ല്. ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം കണ്ടു. പിന്നെ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ, ഓക്കെ, ഡെഫിനിഷൻ കണ്ടു. പിന്നുള്ളത് എന്തൊക്കെയാണ് ലാറ്റിസിൻ്റെ പ്രത്യേകത. അതിൽ ഓരോ പാർട്ടിക്കിൾസിനെയും നമ്മൾ ക്രിസ്റ്റൽ പോയിൻ്റ് അല്ലെങ്കിൽ ലാറ്റിസ് പോയിൻ്റ് അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓരോ ലാറ്റിസ് പോയിൻ്റ് റെപ്രസെൻ്റ് ചെയ്തുള്ള പാർട്ടിക്കിൾസിനെയാണ്. പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ആറ്റംസ് ആവാം, മോളിക്യൂൾ ആവാം, അയോൺസ് ആവാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആവാം. അത് കണക്ക് ലാറ്റിസ് പോയിൻറ്റ്സ് ആർ ജോയിൻഡ് ബൈ സ്ട്രൈറ്റ് ലൈൻസ്. ലാറ്റിസ് പോയിൻറ്റ്സിനെ സ്ട്രൈറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ജോമെട്രി കിട്ടും. അതാണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഒരു റിപ്പീറ്റിംഗ് യൂണിറ്റ് നമ്മൾ എടുത്താൽ അതിൻ്റെ ആ റിപ്പീറ്റിംഗ് യൂണിറ്റ് സെൽ, ആ യൂണിറ്റ് സെല്ലിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒരു 6 പാരാമീറ്റേഴ്സ് പറഞ്ഞു. എഡ്ജ് 3 ABC, അത് കണക്ക് ആംഗിൾസ്, എഡ്ജുകൾ തമ്മിലുള്ള ആംഗിൾസ് ആൽഫ ബീറ്റ ഗാമ. അത് മാറുന്നതനുസരിച്ചിട്ട് യൂണിറ്റ് സെല്ലിൻ്റെ ആ ഒരു ഷേപ്പും മാറും. നമ്മൾ കണ്ടു, നമ്മൾ പറഞ്ഞു തന്നെയാണ്. അങ്ങനെ ഷേപ്പ് മാറുന്നതനുസരിച്ച് അതിനെ മൊത്തത്തിൽ 14 എണ്ണമാണ് വരുന്നത്. ആ 14 എണ്ണം അറിയപ്പെടുന്നത് ബ്രേവിയസ് ലാറ്റിസസ് എന്നാണ്. ഈ 14 എണ്ണം വരുന്നത് 7 കാറ്റഗറിയുടെ അകത്താണ്. ക്യൂബിക്, മോണോക്ലിനിക്, ഓർത്തോറോംബിക്, റോംബോഹെഡ്രൽ, അങ്ങനെ ടെട്രഗണൽ, ഹെക്സഗണൽ, ട്രൈക്ലിനിക്, അങ്ങനെ ഒരു 7 ക്ലാസിഫിക്കേഷൻ. അതിൻ്റെ അത് തന്നെ ഓരോ ടൈപ്പ് യൂണിറ്റ്സിലും വരുന്നു. അപ്പോൾ 7 എണ്ണം തീരുമാനിക്കുന്നത് അതിലുള്ള ആ ഒരു കോൺഫിഗറേഷനാണ്. എഡ്ജ് ലെങ്തും ബോണ്ട് ആംഗിളും തമ്മിലുള്ള ആ ഒരു കോൺഫിഗറേഷനാണ്. അതേത് ക്രിസ്റ്റൽ സിസ്റ്റമാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ക്യൂബിക് A=B=C, ആൽഫ A=, ബീറ്റ A=, ഗാമ A=90 ഡിഗ്രി. അപ്പോൾ ഈ രീതിയിൽ
അതിൻ്റെ കോൺഫിഗറേഷൻ അനുസരിച്ച് ഏത് ടൈപ്പാണ് നമുക്ക് ഏത് ക്രിസ്റ്റൽ സിസ്റ്റമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ മൊത്തത്തിൽ അതിൻ്റെ പോസിബിൾ വേരിയേഷൻസും കൂടി നോക്കുമ്പോൾ മൊത്തം 14 അതാണ് ബ്രെവിയസ് ലാറ്റിസ്. പിന്നെ യൂണിറ്റ് സെല്ലിൽ പാർട്ടിക്കിൾസ് വരുന്നതനുസരിച്ചിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന് മെയിനായിട്ട് പ്രിമിറ്റീവ്, സെൻറ്റേഡ്, അതായത് ഈ സെൻറ്ററിലായിട്ട് വരുന്നതെല്ലാം കൂടെ സെൻറ്റേഡ്, കോർണേഴ്സിൽ മാത്രം വരുന്ന പ്രിമിറ്റീവ്. അപ്പോൾ അത് ഓരോന്നായിട്ട് കണ്ടു. ഫസ്റ്റ് വൺ പ്രിമിറ്റീവ് സെല്ല് കോർണറിൽ മാത്രമേ ഉള്ളൂ. ബോഡി സെൻറ്റേഡ് ആകുമ്പോൾ കോർണറിലും ഉണ്ട്, അതിൻ്റെ ബോഡി സെൻറ്ററിൽ, അതിൻ്റെ ബോഡിയുടെ ഒരു നടുക്കായിട്ട് ഒരു പാർട്ടിക്കിൾ കൂടെ ഉണ്ടാവും. പിന്നെ ഫേസ് സെൻറ്റേഡ് എന്ന് പറയുമ്പോൾ കോർണേഴ്സിൽ വരും. അത് കണക്ക് ഒരു ക്യൂബിക് ഷേപ്പ് ആണെങ്കിൽ അതിനൊരു 6 ഫേസസ് ഉണ്ടാവും, 6 വശങ്ങളുണ്ടാവും. ആ വശങ്ങളുടെ നടുക്ക് ഓരോ പാർട്ടിക്കിളുണ്ട്. അങ്ങനെ കാണുന്നതാണ് ഫേസ് സെൻറ്റേഡ് സെല്ല്. പിന്നെ എൻഡ് സെൻറ്റേഡ് എന്ന് പറയുമ്പോൾ കോർണേഴ്സിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. അത് കണക്ക് തന്നെ 2 ഓപ്പോസിറ്റ് ഫേസസ്, ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസസിൻ്റെ നടുക്കും പാർട്ടിക്കിൾ വരും. അതാണ് എൻഡ് സെൻറ്റേഡ് സെല്ല്. നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻസ് അവിടെ ഉണ്ട്, എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് ഇന്ന് പഠിച്ചത്. അപ്പോൾ വ്യക്തമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുണ്ടെങ്കിലേ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റൂ. അതുകൊണ്ട് ഇത്രയും